ബംഗളൂരു ഹൈക്കോടതിയിൽ ഉമ്മൻചാണ്ടി നൽകിയ ഹർജി അത് പരിഗണിക്കുന്നത് സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് വ്യവസായി എം കെ കുരുവിളയിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്ന കേസിൽ ഉമ്മൻചാണ്ടി ബംഗളൂരു കോടതിയിൽ ഹാജരായിരുന്നു. കേസിൽ ഉമ്മൻചാണ്ടിയെ കോടതി ശിക്ഷിച്ചിരുന്നു. കേസ് റദ്ദാക്കണമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ ആവശ്യം. കേസ് അടുത്ത മാസം ഈ മാസം 9 മാറ്റിവെച്ചു എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. കുഞ്ഞപ്പൻ ബാംഗ്ലൂരിൽ നിന്ന്. കുഞ്ഞപ്പൻ, എന്താണ് വിവരങ്ങൾ? അതായത് ഇപ്പൊ 2 സത്യവാങ്മൂലമാണ് ഇവിടെ സമർപ്പിച്ചിട്ടുള്ളത്. ആദ്യം കൊടുത്ത സത്യവാങ്മൂലത്തിൽ നിന്ന് കുറെ വ്യത്യസ്തമായിട്ടുള്ള സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് അത് കുരുവിയുടെ ഭാഗത്തു നിന്നുള്ള അഡ്വക്കേറ്റിന് പഠിച്ച് ക്രോസ് എക്സാം ചെയ്യുന്നതിന് വേണ്ടി സമയം ആവശ്യമാണെന്ന് നമ്മുടെ കുരുവിളയുടെ അഡ്വക്കേറ്റ് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് 9-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. ജനുവരി 9-ാം തീയതി. ഇക്കാര്യങ്ങൾ പരിഗണിച്ച് കോടതി എന്ത് നിരീക്ഷണമാണ് നടത്തിയത്? എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്? കോടതി നിരീക്ഷണം വന്നിട്ട് അതായത് പറഞ്ഞ 2 സമയത്തും ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയും സമൻസ് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ടെന്നും 2 പ്രാവശ്യം എക്സ്പാർട്ടി ഡിസിഷൻ ആയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ നേരിട്ട് ഹാജരായതിൽ അദ്ദേഹത്തെ ക്രോസ് എക്സാം അദ്ദേഹം കൊടുത്ത എവിഡൻസ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ആദ്യം കൊടുത്ത സത്യവാങ്മൂലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നും അത് പഠിച്ച് ക്രോസ് എക്സാം ചെയ്യുന്നതിന് വേണ്ടി സമയം വേണമെന്നും എം കെ കുരുവിളയുടെ വക്കീൽ ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 9-ാം തീയതിക്ക് കേസ് മാറ്റിവെച്ചിട്ടുള്ളത്. ഈ നേരത്തെ കുരുവിള ഫീസ് അടയ്ക്കാത്തതിനാൽ കേസ് തള്ളിയെന്നും തനിക്ക് സമൻസ് കിട്ടിയില്ല എന്നും ആയിരുന്നല്ലോ ഉമ്മൻചാണ്ടി കോടതിയിൽ വാദിച്ചിരുന്നത്. പക്ഷെ അത് നിലനിൽക്കുന്നതല്ല എന്ന തരത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഈ ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ ഇന്ന് ബോധിപ്പിച്ചത് എന്താണ്? അതായത് ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകൻ പറയുന്നത് ഇവിടെ അഡ്വക്കേറ്റിനെ നിയമിച്ചിരുന്നുവെന്നും ആ അഡ്വക്കേറ്റ് വേണ്ട രീതിയിൽ കേസുകൾ മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല എന്നും തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് വരാൻ സാധിക്കാതിരുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോളാർ കേസ് 9 മാറ്റി ബംഗളൂരു കോടതി.